ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. തീമോത്തിയോസിന് പരിശുദ്ധനായ പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നാം ചിന്തിച്ചു വന്നത് നിർവ്യാജമായ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന ആ ഏക പുരുഷനിലുള്ള വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെ സൃഷ്ടാവായ കർത്താവായ യേശു ക്രിസ്തു, അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. തൻ്റെ രക്ഷാകരമായ ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി അനാദി നിർണയപ്രകാരം ദൈവിക കാര്യപരിപാടിയിൽ ഉൾപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ രക്ഷ, മനുഷ്യൻ്റെ രക്ഷ എന്ന ആ സ്വർഗീയ കാര്യപരിപാടി നിവൃത്തിയാക്കുവാൻ അവൻ ഭൂമിയിലേക്ക് വന്നു. എല്ലാം തികച്ചു. ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, നിവൃത്തിയായി, എല്ലാം നിവൃത്തിയാക്കി. അവൻ ഉയർത്തെഴുന്നേറ്റു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിശ്ചയതമ്പുരാനിരിക്കുകയാണ്. ആ രക്ഷാപദ്ധതി നിർവഹിക്കുവാൻ വന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. കാരണം നാം അവൻ്റെ ആ രക്ഷയിൽ വിശ്വസിച്ചു. എനിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചതെന്നും യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ എനിക്ക് വേണ്ടിയാണെന്നും എൻ്റെ പാപങ്ങൾക്ക് അവൻ ക്രൂശിൽ പരിഹാരം വരുത്തിയെന്നും ആ തിരുരക്തം എനിക്ക് മറുവിലയായിക്കൂടെ തന്നെ വിലയ്ക്ക് മേടിച്ച് അവനെ സ്വന്തം മകനാക്കി തീർത്തു, മകളാക്കി തീർത്തു. മകനും മകളുമായപ്പോൾ അവൻ്റെ സമ്പത്തിൻ്റെ അവകാശികളായി തീർന്നു. നിത്യമായ സ്വർഗീയ സമ്പത്തിൻ്റെ അവകാശികളായി തീർന്നു, നിത്യജീവൻ്റെ അവകാശികളായി തീർന്നു. ഏദനിൽ ആദാം രുചി നോക്കാത്ത ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ നമുക്ക് കൃപ കിട്ടി. അതുകൊണ്ട് ആദാമിന് സംഭവിച്ചതായ മാർഗഭ്രംശത്തിൽ നിന്ന് ദൈവം നമ്മെ തിരിച്ചു വരുത്തി ജീവൻ്റെ വഴിയിൽ നമ്മെ നിർത്തി, നിത്യജീവൻ്റെ വഴിയിൽ നമ്മെ നിർത്തി. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും യേശുവിനോടുള്ള സംസർഗത്തിൽ വരുവാനിടയായി. കാരണം അവനെ നാം വിശ്വസിച്ചു. ലോകത്തിലെ പ്രസിദ്ധരായ സകല എസ്.ജി. വെൽസിനെ പോലെയുള്ളവരും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാം യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ അവർ എഴുതി സാക്ഷിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം അവൻ പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു.
പൂർണ്ണ ദൈവമായവൻ പൂർണ്ണ മനുഷ്യനായിട്ടാണ് വന്നത്. അത് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ, BC-യുടെയും AD-യുടെയും മധ്യത്തിൽ, ലോകത്തിൻ്റെ മധ്യത്തിൽ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ അവൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങി മരിച്ചു. അവൻ സ്വർഗീയ രക്ഷാപദ്ധതി നിർവഹിച്ചു. അവൻ്റെ തിരുരക്തം ചിന്തിയതിനാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്, പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇപ്പോഴും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണത്. ഇപ്പോഴും പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേറെ ഒന്നും ചെയ്യണ്ട, ഒരു പൈസയും കൊടുക്കണ്ട, വേറൊരു ത്യാഗവും ചെയ്യണ്ട, ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യണമെന്ന് നിർബന്ധമില്ല, വഴിപാടുകൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുക, വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്കാണ് അവൻ്റെ രക്തം പ്രായശ്ചിത്തമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ആർക്ക് വേണ്ടി അവനെ അയച്ചു തന്നുവോ അവർ അവനെ വിശ്വസിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി പാളിപ്പോവും. ദൈവം ദുഃഖിക്കും, ദൈവം ലജ്ജിക്കും, പിശാച് വെല്ലുവിളിക്കും. എന്തേ നീ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും നിൻ്റെ മക്കൾ നിന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, അവർ രക്ഷ സ്വീകരിക്കുന്നില്ലല്ലോ, നീ ഒരുക്കിയ രക്ഷയെ അവർ ത്യജിച്ച് കളയുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നിസ്സാരമല്ല ഇത്. ദൈവത്തെ പിശാച് വെല്ലുവിളിക്കും, ഞാൻ മുഖാന്തരം. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കുന്നവന് പിന്നെ ന്യായവിധിയില്ല. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചാൽ അവന് ന്യായവിധിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം സൗജന്യമായി അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. എന്നാൽ വിശ്വസിക്കാത്തവർക്കോ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായകൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. വേറെ ഒരു കടും കൈകളൊന്നും ചെയ്യണമെന്നൊന്നുമില്ല, കൊലപാതകം ചെയ്യണമെന്നില്ല, മദ്യപാനം ചെയ്യണമെന്നില്ല, വേശ്യാവൃത്തിക്ക് ഇറങ്ങി പോകണമെന്നുമില്ല. പക്ഷെ ന്യായവിധി അവൻ്റെ തലമേലുണ്ട്. കാരണം യേശുവിനെ അവൻ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചില്ല. ദൈവം അയച്ചതായ രക്ഷയുടെ മുഖാന്തരമായ കർത്താവായ യേശുവിനെ അവൻ വിശ്വസിച്ചില്ല, സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവൻ്റെ മേൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ നിർവ്യാജമായ വിശ്വാസം, ആ വിശ്വാസം നാം സ്വീകരിച്ചാൽ, ആ വിശ്വാസം നമ്മിൽ ഉളവായാൽ നമുക്ക് ദൈവത്തോട് സ്നേഹം വരും. ദൈവത്തിന് സ്തോത്രം. നിർവ്യാജമായ വിശ്വാസമാണത്. സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടതായ വിശ്വാസമാണത്. സ്നേഹം ഉളവാക്കുന്ന വിശ്വാസമാണത്. ദൈവത്തിന് സ്തോത്രം. ആർഡൻറ്റ് ഫെയ്ത്ത്, ഹൃദയപ്രകാരമുള്ള വിശ്വാസം. അതിന് ആർഡൻറ്റ് ഫെയ്ത്ത്, ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ വിശ്വാസമാണത്. ആരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ടല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് വരുന്നതായ വിശ്വാസമാണത്. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഈ ഒരു വിശ്വാസം നമുക്ക് കിട്ടിയോ? യേശുക്രിസ്തു എന്ന അത്ഭുത പുരുഷനും ഞാനും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്, ഒരു വലിയ രക്തബന്ധമുണ്ട്, ജീവൻ്റെ ബന്ധമുണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ആ വിശ്വാസമാണോ നിങ്ങളെ ഭരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സഭാജീവിതം നയിക്കുമ്പോഴും കൂട്ടായ്മ ജീവിതം നയിക്കുമ്പോഴും ഈ ക്രിസ്തു എന്ന ഏക പുരുഷനോടുള്ള ആ ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കാൻ മകനെ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തും പ്രയോജനം? നിൻ്റെ കൂട്ടായ്മ കൊണ്ടോ നിൻ്റെ സഭാജീവിതം കൊണ്ടോ എന്ത് പ്രയോജനം? യേശു ദൂരത്തല്ലേ? യേശു നിൻ്റെ ഹൃദയത്തിനകത്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണമേ, ഗൗരവമായി ചിന്തിക്കണം. ഇല്ലെങ്കിൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ്
വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഭയപ്പെടുകയാണ്. ദൈവത്തിന് ഭയമാണ് എന്ത്? ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, ആ നിർമ്മലമായ വിശ്വാസം, ആ സ്നേഹം, അത് നമ്മുടെ ജീവിതത്തിൽ നാം വച്ചു പുലർത്തുന്നുണ്ടോ? വ്യക്തിപരമായൊരു ബന്ധം, ദ ഹോളി കമ്മ്യൂണിയൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവർ, ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും യേശുവിനോടുള്ള ആ സംസർഗം, ദാറ്റ് ഹോളി ഫെയ്ത്ത്, ഹോളി കമ്മ്യൂണിയൻ, അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, നടക്കാത്ത കാര്യമല്ല ഇത്. ഇതുണ്ടായേ പറ്റൂ. അങ്ങനെയുള്ളവർക്കാണ് ഏത് നിമിഷം ഈ ലോകത്തുനിന്ന് വേർപെട്ട് പോയാലും ഭയമില്ല, മരണം വന്നാലും ഭയമില്ല, രോഗം വന്നാലും ഭയമില്ല. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം കെടുതികൾ ജീവിതത്തിൽ വന്നാലും ഭയമില്ല. കാരണം ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെയാണ്. ഈ ഹൃദയം മുഴുവൻ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യേശു ചങ്കിനകത്തുണ്ട്. ഇന്ന് ഞാൻ ഈ നിമിഷം മരിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ മാലാഖമാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ത്രസിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിനോടുള്ള സ്തുതി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. ആ സ്തുതി എൻ്റെ നാവിലേക്ക് പകർന്നു തരുന്നു. ആ സ്തുതിയുടെ ചിറകിലേറി കർത്താവായ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ വാനമേഘങ്ങളിൽ പറന്നുയരുന്നു. അതാണൊരു ഭക്തൻ്റെ മരണമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് നാം പ്രാപിക്കണം പ്രിയപ്പെട്ടവർ. എപ്പോഴാണ് മരണമെന്ന് ആർക്കറിയാം? പ്രായഭേദമന്യേ ആർക്കും ഏത് നിമിഷവും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം വരും. നമുക്ക് അനുഭവം ഉണ്ടല്ലോ പല കാര്യങ്ങളും, പലരുടെയും കാര്യത്തിലും. നാം ഒരുങ്ങണ്ടേ പ്രിയപ്പെട്ടവർ? ദൈവത്തിന് സ്തോത്രം. വേണ്ടതെന്താണ്? നിർവ്യാജമായൊരു വിശ്വാസം. ദൈവത്തിന് സ്തോത്രം, ആർഡന്റ് ഫെയ്ത്ത്. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. തീമോത്തിയോസിനോട് പറയുകയാണ്, സഭയെ നടത്താൻ നിയോഗിക്കപ്പെട്ടതായ ആസ്യയിലെ സഭയുടെ ബിഷപ്പായ തീമോത്തിയോസിൻ്റെ യോഗ്യത എന്താണ്? നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ്. ദൈവം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളം പ്രിയപ്പെട്ടവരെ ഒന്ന് ഉണരണം. ഏതെങ്കിലും സഭയുടെയോ കൂട്ടായ്മയുടെയോ ഇടവകകളുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചു വച്ചിരിക്കുന്നതാണ് നിന്നെ. ദൈവത്തിൻ്റെ മനുഷ്യനാണ് നീ സാധാരണ ലോക മനുഷ്യനല്ല, ദൈവത്തിൻ്റെ മനുഷ്യനാണ്. ഞാൻ ദൈവത്തിൻ്റെ മനുഷ്യനാണെന്നുള്ളതായ ആ ഉത്തമ ബോധ്യത്തോടെ വേണം ഒരു കൂട്ടായ്മ നടത്തുന്നവൻ ജനത്തെ നടത്തുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. അവരുടെ മേൽ ഭരണം നടത്തുന്നവനായിട്ടല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്വഭാവം പ്രാപിച്ച് യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായിട്ട് വേണം. ഈ ലോകത്തിലേക്ക് അനുരൂപപ്പെട്ട ലോകത്തിൻ്റെ വഴികളിലേക്കെല്ലാം ഇറങ്ങി എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ളവനല്ല അവൻ ദൈവത്തിൻ്റെ മനുഷ്യനാകുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ, ആരിലേക്കും ചായാതെ, അവൻ ദൈവം കൊടുക്കുന്നതായ അല്ലപ്പാടുകൾ അനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് ജനത്തിന് വേണ്ടതായ ആലോചനകൾ ഓരോ സമയങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ. കർത്താവിന് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള വാക്കുകൾ അവനെ ഏൽപ്പിക്കും. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ, നിങ്ങൾ കർത്താവുമായുള്ള സംസർഗത്തിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാനുള്ളത് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരോട് പറയാനുള്ളത് ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ, വേല ചെയ്യുന്നവരെ, പ്രസംഗിക്കുവാൻ പോകുന്നവരോ അല്ലെങ്കിൽ മറ്റ് സാക്ഷ്യങ്ങൾ പറയുന്നവരോ ഏത് ശുശ്രൂഷയും ആകട്ടെ, നിങ്ങൾ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. സമയങ്ങൾ ചെലവഴിക്കണം. യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം, അനുഗ്രഹീതമായ പരിശുദ്ധാത്മാവിൻ്റെ വചനം കാത്തിരുന്ന ദൈവദാസന്മാർ, ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിനെ പോലെയുള്ള ബഹുമാനരായ കർത്തൃ ശുശ്രൂഷകർ, അവർ തന്നതായ ആ ദൈവികമായ അരുളപ്പാടുകൾ, ദൈവികമായ ആലോചനകൾ, പ്രിയപ്പെട്ടവരെ, ആ ആത്മാവിനോട് പറ്റിച്ചേർന്നിരുന്ന് ചോദ്യം ചെയ്യുകയല്ല, അവിശ്വസിക്കുകയല്ല, പറ്റിച്ചേർന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട അടിയൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. ഒരു അവിശ്വാസവും വന്നില്ല, ഒട്ടും അവിശ്വസിക്കാൻ തോന്നിയില്ല. ഇത് പരിശുദ്ധാത്മാവാണോ എന്ന് സംശയിക്കാൻ തോന്നിയില്ല, മാർക്കിടാൻ തോന്നിയില്ല. ഞാൻ ആര്?
പരിശുദ്ധാത്മാവുള്ള ദൈവദാസനെ മാർക്കിടാൻ ഞാൻ ആര്? ഞാൻ ഒന്നുമല്ല, ഏതുമല്ല. പ്രിയപ്പെട്ടവരെ, ഞാനോ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷപ്പെട്ട ഒരു പാപി. അങ്ങ് ആഴത്തിൽ കിടന്ന് ചെളിക്കുണ്ടിൽ കിടന്ന് താണുതോണ് പോയിക്കൊണ്ടിരുന്ന ഒരു മഹാഭാവി. ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ ആ സ്വർഗീയ കരം താണിറങ്ങി വന്നു എന്നെ അവൻ വലിച്ചു കയറ്റി സ്വർഗത്തിലേക്കുള്ളതായ സ്വർഗീയ ആ നഭമണ്ഡലത്തിലേക്കുള്ള യാത്രയിൽ എന്നെ ഉൾപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, മാത്രമാണ് എൻ്റെ യോഗ്യത. അതിന് മുഖാന്തരമായ കൂട്ടായ്മയോട് എനിക്ക് സ്നേഹമുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട യോഹന്നാസാറിനോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ വേല അനേകം സ്ഥലങ്ങളിൽ കേരളത്തിന് വെളിയിലും നിവർത്തിക്കുവാൻ ദൈവം കൃപ തന്നു, അവസരങ്ങൾ തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ ആകെ ഏതെങ്കിലും ഒരു എണ്ണപ്പെടേണ്ട ദിവസം ഉണ്ടെങ്കിൽ, നേട്ടങ്ങളുടെ പട്ടികയിൽ പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഇപ്രകാരം ചെയ്ത ദൈവവേല മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, അല്ലാത്തതൊന്നും എനിക്ക് ലാഭമല്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നഷ്ടമായിരുന്നൊക്കെ ദൈവം എനിക്ക് ലാഭമാക്കി തീർത്തു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ മനുഷ്യനാകുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കലും അഭിമാനത്തോടെയോ ഒരു ക്ലെയിമായിട്ടോ അവകാശവാദമായിട്ടോ അല്ല പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹമാണ്. അവൻ കേൾക്കുന്നില്ലേ ഇത്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് പറ്റിച്ചേർന്നിരിക്കണം കർത്താവിനോട്. ബഹുമാനപ്പെട്ട സാറിൻ്റെ പ്രസംഗങ്ങൾ ഈ പവർ വിഷൻ ടി വിയിൽ കൂടെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും 5:30, 1:30, 8:30 വരുന്നുണ്ടല്ലോ. സൂര്യ ടി വിയിൽ വരുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. മുട്ടുമടക്കിയിരുന്ന് കേൾക്കണം, കുടുംബമായിട്ടിരുന്ന് കേൾക്കണം. അപ്പോൾ യേശുവിൻ്റെ പൊന്നുമാറി ചാരിയിരിക്കുന്ന അനുഭവം നിങ്ങൾക്ക് കിട്ടും. യേശു നിങ്ങൾക്ക് ആലോചനകൾ പറഞ്ഞു തരും. നിങ്ങൾ ദൈവവചനം വായിക്കണം. ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി നിങ്ങളുടെ ഉള്ളിലേക്ക് എഴുതി തരുന്നതായ വചനങ്ങളുണ്ടാവും. അത് നിങ്ങൾ കുറിച്ച് വയ്ക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതായ സ്വർഗീയ സത്തകൾ, അതിൻ്റെ എസൻസ് നിങ്ങൾ കരുതി സൂക്ഷിച്ചു വയ്ക്കണം ഹൃദയത്തിൽ. അത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി നാവിൽ വരച്ചു തരും. ആ പരിശുദ്ധാത്മാവിൻ്റെ വചനം അനേകരോട് പറയാൻ ഭാഗ്യം കിട്ടും. അനേകർക്ക് ഗുണം ചെയ്യും. അനേകർക്ക് അത് പ്രയോജനം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ശുശ്രൂഷകളെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ എല്ലാം ബോധ്യപ്പെടുത്തി തരും. പാവബോധം തരും. നിത്യജീവൻ്റെ അവകാശം തരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹം അനുഭവിക്കുവാൻ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഹൃദയം ഒരുക്കി നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. വചനം പ്രാപിക്കണം. എന്നിട്ട് നിങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് ക്രിസ്തീയ സുവിശേഷ വേല. അതാണ് സുവിശേഷ വേല. എൻ്റെ ഹൃദയത്തിൽ തോന്നിയ എന്തെങ്കിലും ചില ന്യായങ്ങളോ ചില അഭിപ്രായഗതികളോ അല്ലെങ്കിൽ ചില കടുംപിടുത്തങ്ങളോ ഒന്നും അല്ല പ്രിയപ്പെട്ടവർ. അതൊന്നും ആർക്കും പ്രയോജനം ചെയ്യില്ല. എൻ്റെ ദൈവം എന്നെ ഫലമേൽപ്പിച്ചതാണോ അത് ഞാൻ പറഞ്ഞിരിക്കും. സ്തോത്രം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്. അടുത്ത വാക്കെന്താണ്? അത് വിട്ടോടി. ഏതാണ് അത്? അതിനു മുമ്പ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച ഒരു ഭാഗമുണ്ട്. ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ. എന്താണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്? ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. നമുക്ക് വായിക്കാം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ വായിക്കാം. ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. എന്താണ് ഈ വാക്യം നിങ്ങൾക്ക് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ? അത് പെട്ടെന്നത്ര ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി എന്ന് വരില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ കാണുന്നത്? അവർ ദൈവഭക്തി ആദായസൂത്രമെന്ന് വിചാരിക്കുന്നു. ആദായമുണ്ടാക്കാനുള്ള, പണമുണ്ടാക്കാനുള്ള ഒരു വഴിയെന്ന് ദൈവഭക്തിയെക്കുറിച്ച് ചിലർ ചിന്തിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മീയ മണ്ഡലത്തിൽ അങ്ങനെയുണ്ട്, പണമുണ്ടാക്കുക. എന്നാൽ അവർ ദൈവഭക്തി ആദായസൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും. അലംഭാവത്തോടു കൂടിയ
ദൈവഭക്തി. എന്താണ് അതിൻ്റെ അർത്ഥം? അലം മതി, ഇത്രയും മതി. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തിയാണ് വേണ്ടത്. എന്താണ്? എനിക്ക് ഉള്ളതിൽ സംതൃപ്തിയാണ്, എനിക്കിത് മതി. ഞാൻ എൻ്റെ കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ അന്ന് ഭക്ഷണം കഴിക്കാനില്ല എൻ്റെ ചെറുപ്പത്തിൽ, ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ ഈ തിരുവചനം കേൾപ്പിച്ചു, ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അതിനുശേഷം അടിക്കടി എനിക്ക് ഭൗതികമായ ഉയർച്ചയും നന്മകളും തന്നു. ഉദ്യോഗത്തിൻ്റെ ഉയർന്ന പടവുകൾ ചവിട്ടിക്കയറുവാൻ ദൈവം ഭാഗ്യം തന്നു. എനിക്ക് വേണ്ടതെല്ലാം തന്നു പ്രിയപ്പെട്ടവർ. എല്ലാം ദൈവം തന്നതേ ഉള്ളൂ. എൻ്റെ കർത്താവ് തരാത്തതൊന്നും ഇന്ന് എനിക്കില്ല. ഒരു സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, മതി കർത്താവേ, മതി, ഇത് മതിയല്ലോ കർത്താവേ, ജീവിക്കാനുള്ളത് തലമുറകൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ജീവിക്കാനുള്ളതുണ്ടല്ലോ കർത്താവേ, മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അലംഭാവം, സമ്പത്തിലുള്ള അലംഭാവം, മനസ്സിലായോ? എനിക്കിത് മതി, അത് മതി, മതി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വേണം. സ്തോത്രം, മനസ്സിലായോ? അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും. ഇവിടെയുള്ള സമ്പത്തിന് കൊണ്ടുള്ള ആദായമല്ല, വലുതായൊരു ആദായം അതിൻ്റെ ഫലമായി ലഭിക്കാൻ പോകും. ഇവിടെ സമ്പത്തിന് ആശ്രയമില്ല, ഇനി ദ്രവ്യാഗ്രഹമില്ല. പണം ഉണ്ടാക്കണം, എങ്ങനെയും പണം ഉണ്ടാക്കണം. വേണ്ട, പണം വേണം, ജീവിക്കാൻ വേണമല്ലോ. അതിൻ്റെ ദൈവത്തിന് അറിയാമേലേ. വെയിലില്ല താമര എങ്ങനെ വളരുന്നു നോക്കുവിൻ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവരുടെ പട്ടായങ്ങളിൽ കൂട്ടിവെക്കുന്നതുമില്ല. പക്ഷേ ദൈവം അവരെ പുലർത്തുന്നില്ലേ? കർത്താവ് ചോദിച്ചതല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ദൈവത്തിന് സ്തോത്രം. അതല്ലേ കർത്താവ് പഠിപ്പിച്ചത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, വലുതായ ആദായം എന്ന് പറയുന്നത് എന്താണ്? ദൈവഭക്തി, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി. ഈ ലോകത്തിലെ ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, ഇനി ഒന്നും വേണ്ട. കർത്താവേ, ദൈവഭക്തി, എൻ്റെ കർത്താവിനോടുള്ള ഭക്തി, സ്നേഹം, സന്തോഷം, വിശ്വാസം, സമാധാനം. ദൈവത്തിന് സ്തോത്രം. അതാണ് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി. വലുതായ ആദായമാണ് അതിനും. കടന്നു ചെല്ലുമ്പോൾ കാണാം എന്തുമാത്രം വലിയൊരു സ്വർഗീയ സമ്പത്തിൻ്റെ ഉടയവനാണ് ഞാൻ, എൻ്റെ കർത്താവിൻ്റെ സമ്പത്തിൻ്റെ ഉടയവൻ. സ്തോത്രം. ദൈവം എന്തൊക്കെയാണ് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, സത്യമാണ് ഈ പറയുന്നത്. അടുത്ത വാക്യം, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ജനിച്ചപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇല്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനുമുണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് പരീക്ഷകൾ നേരിടേണ്ടി വരും, പല കണിയിലും കുടുങ്ങുകയും. മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. മൂഢതയുള്ളതും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ദ്രവ്യാഗ്രഹം, എല്ലാത്തിനും ഒറ്റ വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ സംക്ഷിപ്ത രൂപം എന്താണ്? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് ദ്രവ്യം കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നോക്കൂ പ്രിയപ്പെട്ടവര്, നമ്മുടെ ചുറ്റുമൊന്നും കണ്ണോടിക്കൂ. ഈ ദ്രവ്യാഗ്രഹം അനേകരെ വീഴിച്ചു, അനേകരെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചു. പണത്തോടുള്ള മോഹവും ആസക്തിയും അനേകരെ വിശ്വാസത്തിൽ നിന്ന്, യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അനേകരെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇത് കാംക്ഷിച്ചിട്ട്, ഈ ദ്രവ്യാഗ്രഹം അവർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്നു, ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നിർവ്യാജമായ വിശ്വാസം വേണോ? ഈ ഇങ്ങനെയുള്ള ദ്രവ്യാഗ്രഹങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക, ലോകത്തോടുള്ള പറ്റുമാനം ഒഴിവാക്കിക്കൊള്ളുക, മനുഷ്യരിലുള്ള ആശ്രയം ഒഴിവാക്കിക്കൊള്ളുക. അതുകൊണ്ട് അപ്പോസ്തലൻ അടുത്ത വാക്യമാണ് പറയുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യരായുള്ളവേ അത് വിട്ടോടി. ഈ ദ്രവ്യാഗ്രഹം വിട്ടോടണം. പ്രിയപ്പെട്ടവർ, ദ്രവ്യാഗ്രഹം മാത്രമല്ല, യു മസ്റ്റ് ഫ്ലീ ഫ്രം ഓൾ സിൻസ്, ഓൾ വൈസസ്. എല്ലാ പാപങ്ങളെയും വിട്ടോടണം. ഫ്ലീ,
ചുമ്മാ ഓടുക എന്നല്ല, എല്ലാം വിട്ടോടുക. യു ഷുഡ് ഫ്ലീ ഫ്രം ഓൾ സിൻസ്. എല്ലാം വിട്ടോടണം. പിന്നെ അടുത്തതെന്താ? ചിലതിനെ പിന്തുടരണം. ഫോളോ. എന്താണ് പിന്തുടരേണ്ടത്? നീതിയെ പിന്തുടരണം. ഭക്തിയെ പിന്തുടരണം. വിശ്വാസം പിന്തുടരണം. സ്നേഹത്തെ പിന്തുടരണം. ക്ഷമയെ പിന്തുടരണം. സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇവയെല്ലാം നീ പിന്തുടരണം. എല്ലാ നന്മകളെയും പിന്തുടരണം. യു ഷുഡ് ഫ്ലീ ഫ്രം ഓൾ സിൻസ് ആൻഡ് ഫോളോ ഓൾ ദാറ്റ് ഈസ് ഗുഡ്. ഫോളോ, എല്ലാത്തിനെയും പിന്തുടരണം. എന്തിനെ? നന്മയെ പിന്തുടരണം. ഏറ്റവും വലിയ നന്മ ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു. ഫോളോ ജീസസ്. ഫ്ലീ ഫ്രം സിൻസ്, ഫോളോ ജീസസ്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ക്രിസ്തുവിനെ പിന്തുടരുക. ദൈവത്തിൻ്റെ സ്തോത്രം. മൂന്നാമത്തെ കാര്യം എന്താണ്? വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. ഫൈറ്റ്. നല്ല പോരാട്ടം. ഫൈറ്റ്, യുദ്ധം. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. ദൈവത്തിന് സ്തോത്രം. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിത്യജീവനെ പിടിക്കാം. ദൈവത്തിന് സ്തോത്രം. യു ഷുഡ് ഫ്ലീ ഫ്രം സിൻസ്. പാപത്തെ വിട്ടോടണം. പ്രിയപ്പെട്ടവരെ, യു ഷുഡ് ഫോളോ ജീസസ് ക്രൈസ്റ്റ് ബെയറിങ് ഹിസ് ക്രോസ്. ആ ക്രൂസ് എടുത്തുകൊണ്ട് യേശുവിനെ നീ പിന്തുടരണം, ഫോളോ ചെയ്യണം. മൂന്നാമത് എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസത്തിൻ്റെ നല്ല പോർവൃതം. യേശുവിൻ്റെ ധീര പടയാളിയായി നീ യേശുവിന് വേണ്ടി പോരാടണം. ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി ഈ ലോകത്തിൽ പോരാട്ടം വേണം. അങ്ങനെ പോരാടി ജയിക്കുന്നവർക്കാണ് നിത്യജീവനെ കിട്ടുന്നത്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തലകളെ വണങ്ങാം, കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, ദൈവമേ, നിൻ്റെ തിരുവചനം, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞങ്ങൾ കേട്ടു കർത്താവേ. നിൻ്റെ അപ്പോസ്തലനിൽ കൂടെ ഞങ്ങളെ അറിയിച്ചതായ കർത്താവേ, ഈ തിരുവചനം എഴുതി തന്നതായ തിരുവചനം ദൈവമേ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവേ ഞങ്ങളത് ഏറ്റുവാങ്ങുന്നു. ദൈവമേ, സകലവിധ പാപത്തോട് യാത്ര പറഞ്ഞു. ഈ ലോകത്തോട് ഞങ്ങളെ ബന്ധിക്കുന്നതായ സകല പാപത്തോട് യാത്ര പറഞ്ഞു കർത്താവേ. നിന്നെ പിന്തുടരുവാൻ ക്രൂശുമേന്തി പോയ യേശുവിൻ്റെ പിന്നാലെ നിന്നെ ഈ ആക്ഷേപവും ഒറ്റപ്പെടുത്തലും എല്ലാം ഏറ്റുകൊണ്ട് കർത്താവേ, നിന്നാനുഭവങ്ങൾ ഏറ്റുകൊണ്ട് ദൈവമേ, കഷ്ടതകൾ ഏറ്റുകൊണ്ട് ദൈവമേ, യേശുവിനെ മാത്രം നോക്കി പിന്തുടരുവാൻ, നിന്റെ ക്രൂശിൻ്റെ വഴിയെ ക്രൂശുമെടുത്തതിന് പിന്നാലെ വരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ഏറ്റവും നല്ലതിനെ പിന്തുടരുവാൻ, യേശുവിനെ പിന്തുടരുവാൻ കൃപ തരണമേ കർത്താവേ. നിത്യജീവൻ്റെ അവകാശികളാകുവാൻ തക്കവണ്ണം നിനക്ക് വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം പിശാചിനോട് പോരാടി ദൈവമേ, ലോകത്തോട് പോരാടി, സ്വയത്തോട് പോരാടി ദൈവമേ, ജയാളികളായി കർത്താവേ സ്തുതിയുടെ ചിറകിലേറി യേശു അത്യാകാശത്ത് വരുമ്പോൾ ദൈവമേ, നിന്നോടുകൂടെ പറന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും, ഈ വചനം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരയിപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ. ആ തങ്കത്തിൻ്റെ രക്തത്താൽ മുദ്രയിടണമേ. പരിശുദ്ധാത്മാവിനെ ഊതി തരണമേ കർത്താവേ. വചനം ഹൃദയത്തിൽ എഴുതി തരണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ കർത്താവേ മുദ്രയിട്ട് തരണമേ. തങ്കത്തിരുത്തത്താൽ ഞങ്ങളെ കവർ ചെയ്യണമേ. നിന്റെ സന്നിധിയിലേക്ക് അടികളെ കൈക്കൊള്ളണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.